യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം: മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്ന ദൈവം. ധ്യാനത്തിനായുള്ള തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് വേണ്ടുന്ന സ്വഭാവ ഗുണമാണ് മനോവിനയവും താഴ്മയും. പരിശുദ്ധനായ ദൈവം താഴ്മയുള്ളവരെയും മനസ്താപമുള്ളവരെയും സ്നേഹിക്കുന്നു. ദൈവം സ്വർഗത്തിലും താഴ്മയുള്ളവരുടെ ഹൃദയങ്ങളിലും വസിക്കുന്നു എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കാതെ തൻ്റെ സമാധാനത്താൽ നിറയ്ക്കുന്നു. പാപത്തിൻ്റെ ഭാരത്താൽ നുറുങ്ങി മനസ്താപത്തോടെ തൻ്റെ അടുക്കൽ വരുന്നവരെ ദൈവം തള്ളിക്കളയാതെ സ്വീകരിക്കുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായി 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: എന്നാൽ ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം തൻ്റെ കൃപയും സ്നേഹവും അളവില്ലാതെ ചൊരിയുന്നത് താഴ്മയുള്ളവർക്കാണ്. ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിനവും ജീവിക്കുവാൻ നമുക്ക് വേണ്ടത് താഴ്മയും വിനയവുമാണ്. രണ്ടാമതായി നാം നോക്കുമ്പോൾ താഴ്മയുള്ളവരെ ദൈവം രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 149-ാം അധ്യായം 4-ാം വാക്യം: യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ദൈവം തൻ്റെ കൃപയെ സൗജന്യമായി നൽകുന്ന രക്ഷ അനുഭവിക്കുവാൻ കഴിയുന്നത് താഴ്മയുള്ളവർക്കാണ്. ക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷയുടെ സന്തോഷം ദിനംതോറും അനുഭവമാക്കി ജീവിക്കുവാൻ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ താഴ്മയുള്ളതായിരിക്കണം. മൂന്നാമതായി നാം നോക്കുമ്പോൾ അവർ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവായ യേശു നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് കണക്കാക്കപ്പെടുന്നത് താഴ്മയുള്ള വ്യക്തികളെയാണ്. താഴ്മയുള്ള വ്യക്തികൾ അനുതാപത്തോടെ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. സ്വന്തം ശക്തിയിലും ബലത്തിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ വിനയവും താഴ്മയും ഉള്ളവർ ആശ്രയിക്കുന്നു. അങ്ങനെ അവർ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവർ എന്ന് എണ്ണപ്പെടുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമുക്ക് വേണ്ടതും താഴ്മയുള്ള സ്വഭാവമാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യത്തിൽ: തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോടു ചേർന്നുകൊള്ളുവിൻ. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നാം ആകുന്നത് ദൈവകൃപയാലാകുന്നു എന്നത് എപ്പോഴും ഓർത്തുകൊണ്ട് താഴ്മയോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ താഴ്മയോടെയും വിനയത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. അങ്ങയുടെ കൃപയും രക്ഷയും എപ്പോഴും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയാൽ മാത്രമാണ് എന്നത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തുന്നു.
കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.